നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുതിയ കൗൺസിൽ അധികാരത്തിലെത്തി 6 മാസവും 4 ദിവസവും ആകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്തുണ്ടായത് നാടകീയ സംഭവങ്ങളാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 19 BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് LDFന്റെ 16 കൗൺസിലർമാർ ഇന്നലെ രാവിലെ 10:30-ഓടെയാണ് മേയറുടെ ഓഫീസ് ഉപരോധിച്ചത്. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ചേംബറിലേക്ക് കടക്കാൻ മേയർ സ്ഥിരം ഉപയോഗിക്കുന്ന വഴി അടച്ചായിരുന്നു LDF അംഗങ്ങളുടെ സമരം. ഉച്ചയ്ക്ക് 12:10 മേയർ കോർപ്പറേഷൻ ആസ്ഥാനത്തെത്തി കാത്തുനിന്ന BJP കൗൺസിലർമാർക്കൊപ്പം നേരെ ചേംബറിലേക്ക് കടക്കുന്നു. മേയറെ കണ്ടതും LDF അംഗങ്ങളുടെ മുദ്രാവാക്യം വിളി കൂടുതൽ ഉച്ചത്തിലായി. മറ്റൊരു വാതിൽ വഴി ചേംബറിലേക്ക് കടക്കാമായിരുന്നുവെങ്കിലും സ്ഥിരം ഉപയോഗിക്കുന്ന വഴി തന്നെ മേയർ തിരഞ്ഞെടുത്തു. അതിന് മേയർ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അത് ഈ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, പിന്നിലൂടെയുള്ള വഴിയിലൂടെ വരാനല്ല ഞാൻ മേയറായത്. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് മുന്നിലൂടെയുള്ള വഴിയിലൂടെ വരാൻ തന്നെയാണ്. പിന്നിലൂടെ കയറുന്നതൊക്കെ അങ്ങ് AKG സെന്ററിൽ മതി എന്ന് തന്നെയാണ് മേയർ കടുത്ത നിലപാട് പറഞ്ഞത്. പക്ഷേ ഈ വഴിയിൽ ഇരപ്പുറപ്പിച്ച ഏതാനും LDF കൗൺസിലർമാർക്കിടയിലൂടെ മേയർ ചേംബറിലേക്ക് കടക്കാൻ ശ്രമിച്ചത് കൗൺസിലർമാർ തടഞ്ഞു. ഇതോടെ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നിലത്ത് ഇരിക്കുകയായിരുന്നവരുടെ മേലേക്ക് വീണതോടെ സ്ഥലത്ത് കൂട്ടക്കരച്ചിൽ ഉയർന്നു. നിലത്ത് വീണ മേയർ എഴുന്നേൽക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കൂട്ടപ്പൊരിച്ചിലിടെ സന്ദർശകർക്കായി നിരത്തിയിട്ടുള്ള കസേരയുടെ വക്കിൽ തലയിടിച്ച് LDF അംഗവും സ്ഥിരസമിതി അധ്യക്ഷയുമായ സിന്ധു ശശിയുടെ നെറ്റിയും പൊട്ടി. ഒടുവിൽ ഏറെ നേരത്തെ ബഹളത്തിനൊടുവിൽ പോലീസ് എത്തി ഓരോരുത്തരെയായി പിടിച്ചു മാറ്റി. ഇതിനിടയിൽ മേയറും മറ്റുള്ള കൗൺസിലർമാരും ഡെപ്യൂട്ടി മേയർ അടക്കം മേയറുടെ ചേംബറിൽ അകത്തേക്ക് കടക്കുകയും ചെയ്തു. അതിനിടയിൽ പലതവണ മേയർ VV രാജേഷ് അവിടെ വീഴുകയും ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് മേയർ ചികിത്സ തേടിയിരിക്കുന്നത്. LDF അംഗങ്ങളിൽ ചിലരെയും പോലീസാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയിലാണ് കാര്യങ്ങൾ കലാശിച്ചത്. ഇത്രയും ദിവസമായിട്ട് അധികാരത്തിലേറി പല പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായെങ്കിലും ഒരു കയ്യാങ്കളിയിൽ എത്തുന്നത് ഇന്നലെയായിരുന്നു. ഏതായാലും ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് മേയർ VV രാജേഷ്, മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ആകെ 4 കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CPIMന്റെ പരാതിയിലാണ് മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മേയർ LDF കൗൺസിലർമാരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തതായിട്ടാണ് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻമന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കെതിരെ പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇരുകൂട്ടരുടെയും പരാതിയിൽ 2 കേസുകളാണ് മ്യൂസിയം പോലീസ് എടുത്തിട്ടുള്ളത്. BJP കൗൺസിലർമാരുടെ പരാതിയിൽ LDFന്റെ 18 കൗൺസിലർമാരെ പ്രതി ചേർത്താണ് കേസ്. പ്രധാനപ്പെട്ട കൗൺസിലർമാരെല്ലാം പ്രതിയാണ്. LDF കൗൺസിലറുടെ പരാതിയിലാണ് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും അടക്കമുള്ള പ്രധാനപ്പെട്ട BJP കൗൺസിലർമാരെ എല്ലാം പ്രതി ചേർത്തിട്ടുള്ളത്. ഇരു വിഭാഗത്തിലെയും അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാരെ എല്ലാം പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. മേയർ VV രാജേഷ് അടക്കമുള്ളവർ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ കാലിൽ പ്ലാസ്റ്റർ വെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിക്രമിച്ചു കയറൽ, ആക്രമിക്കൽ, മർദ്ദനം പോലുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയാകും തുടർ നടപടികൾ ഉണ്ടാവുക. ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്, മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ GS മഞ്ജു, BJP കൗൺസിലർമാരായ RC ബീന, ജയ രാജീവ്, PS മിനി, VG ഗിരികുമാർ, ദീപ S നായർ, SS ശ്രുതി എന്നിവരും LDF അംഗങ്ങളായ വഞ്ചൂർ P ബാബു, K ശ്രീകുമാർ, RP ശിവാജി, SS സിന്ധു, രാഗി രവികുമാർ, R വീണകുമാരി, TK രഞ്ജിത്ത് എന്നിവരുമാണ് ചികിത്സ തേടിയത്. BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കോർപ്പറേഷനെ യുദ്ധക്കളമാക്കിയ സംഘർഷത്തിൽ കലാശിച്ചത്. കാപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ R സുഗതന്റെയും മേയറുടെയും രാജി ആവശ്യപ്പെട്ടാണ് LDF കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് മാറിയത്.
ഇതിനിടെ കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ CPIM പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. സംഘർഷത്തെ തുടർന്ന് മേയർ VV രാജേഷ് ഉൾപ്പെടെ 16 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. BJP കൗൺസിലർ ആശാനാഥിന്റെ തലയ്ക്കും പരിക്കേറ്റതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അറിയിച്ചു. LDF കൗൺസിലർ സിന്ധു ശശിയുടെ തലയ്ക്ക് പരിക്കേൽക്കുകയും 4 സ്റ്റിച്ചുകൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രത്യേക ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്നാണ് R. സുഗതൻ ഒഴികെയുള്ള 19 BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ഈ ചടങ്ങ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് തദ്ദേശ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള LDF പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ് വിവരം. R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ സമരത്തിനാണ് LDF ഒരുങ്ങുന്നത്. റിലേ സത്യാഗ്രഹ വേദിയിൽ മുതിർന്ന നേതാക്കളെ അണിനിരത്താനാണ് തീരുമാനം. അതേസമയം പ്രതിഷേധങ്ങളെ പരസ്യമായി പ്രതിരോധിക്കാനാണ് BJP തീരുമാനിച്ചത്. സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സമയം നീട്ടി നൽകാൻ കോടതിയെ സമീപിക്കും. സുഗതനെതിരായി കാപ്പ കുറ്റം ചുമത്തിയ നടപടി സർക്കാർ അംഗീകരിച്ചുവെങ്കിലും കാപ്പ ഉപദേശക സമിതിയുടെ തീരുമാനത്തിനായി കാക്കുകയാണ്. അതും തിരിച്ചടിയാകുമെങ്കിൽ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആലോചിക്കുന്നത്. അതേസമയം ഇന്നലത്തെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ മേയർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട്. 46 മേയർമാർ കോർപ്പറേഷൻ ഭരിച്ചെങ്കിലും കോർപ്പറേഷൻ ആസ്ഥാനത്ത് പ്രതിഷേധങ്ങൾക്കിടെ മേയർക്ക് പരിക്കേൽക്കുന്നത് ഇത് 2ാം തവണയാണ്. 2018 കൗൺസിൽ യോഗത്തിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ അന്ന് മേയറായിരുന്ന VK പ്രശാന്തിനും പരിക്കേറ്റിരുന്നു. കഴുത്തിൽ ലിഗമെന്റ് വലിഞ്ഞ് 3 ദിവസത്തോളം പ്രശാന്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ മേയർ VV രാജേഷിന്റെ കണ്ണങ്കാലിലാണ് പരിക്ക്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ രാജേഷ് വൈകിട്ടോടെ ആശുപത്രി വിട്ടു. MP-മാരുടെയും MLA-മാരുടെയും ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് കോർപ്പറേഷന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന കൗൺസിൽ യോഗത്തിലെ പരാമർശത്തിന് പിന്നാലെയാണ് 2018 അന്ന് സംഘർഷമുണ്ടായത്. രൂക്ഷമായ ബഹളം കാരണം കൗൺസിൽ യോഗം പിരിച്ചുവിട്ട ശേഷം ചേംബറിലേക്ക് മടങ്ങുമ്പോൾ ഗോവണിയിൽ വെച്ച് BJP അംഗങ്ങൾ പ്രശാന്തിനെ തടഞ്ഞു. തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലുമാണ് പ്രശാന്തിന്റെ കഴുത്തിന് ക്ഷതമേറ്റത്. സത്യപ്രതിജ്ഞ വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കടക്കുന്നത്. മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ വീണ്ടും LDF ശ്രമം നടത്തണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒപ്പം നിയമപരമല്ലാത്ത സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളുടെ വോട്ട് അസാധുവെന്ന് ചൂണ്ടിക്കാട്ടും. കോടതി വിധി LDFന് അനുകൂലമായാൽ BJP ഭരണത്തിന് തന്നെ തിരിച്ചടിയാകും. BJP കൗൺസിലർ R. സുഗതൻ ജയിലിലായതിനാൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകും. അതേസമയം R. സുഗതനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് ഫയലിൽ ഒപ്പുവെച്ചത്. വട്ടിയൂർക്കാവിനടുത്തുള്ള ക്ഷേത്രോത്സവത്തിലുണ്ടായ ഒരു സംഘർഷത്തിൽ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലായിരുന്ന സുഗതനെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHOയും സംഘവും കസ്റ്റഡിയിലെടുത്തത്. 2023-ലും 2025-ലും പോലീസ് ഇയാളെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷവും ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടർന്നു എന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.